ഒരേ ഭയം, ഒരേ അപകടം, ഒരേ വെല്ലുവിളി ഒരേ സമയത്ത് നേരിടുന്നത് ഇതാദ്യമായാണ്. ലോകം ഇതുവരെയും കാണാത്ത ഒരു അടച്ചുപൂട്ടലിലാണ് നാം. സമസ്ത മേഖലകളിലും COVID-19 നാശം വിതച്ചു. 3 ലക്ഷത്തോളം പേർ വളരെ വേഗത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ വൈറസ് ആധുനിക ലോകത്തിന് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത്. ഗുഡ്ഗാവ് ഭദ്രാസനത്തിന്റെ MCYM അംഗമായ എനിക്ക് കൊറോണയും വിശ്വാസവും ഇന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെ ആസ്പദമായുള്ള ഒരു അവലോകനമാണ്. മോശമായവയിൽ നിന്ന് നന്മയുണ്ടാകാം, ശാപത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാകാം. ഈ നന്മയും അനുഗ്രഹവും നാം പണിതുയർത്തേണ്ടത് വിശ്വാസാധിഷ്ഠിതമായ സമൂഹത്തിന്റെ പ്രഥമ അടിസ്ഥാനമായ കുടുംബങ്ങളിൽ നിന്നാണ്. അതിനായി നമ്മുടെ ജീവിതശൈലികൾ മാറണം. ഇതിന്റെ തുടക്കം നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളും ആരംഭിക്കണം. ഇത് സാധിച്ചാൽ ഒരു പൊതു ധാർമ്മിക അടിത്തറ നമുക്കിടാൻ സാധിക്കും. ഞാനെന്ന അഹന്തയിൽ നിന്ന് നമ്മളെന്ന ഒരുമയിലേക്ക് വളരാൻ ഈ കാലഘട്ടം നമ്മെ സഹായിച്ചു. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന ചിന്ത നമ്മിൽ വളർത്തി. ഒരു കുടുംബം എന്ന ചിന്തയിലേക്ക് വളരാനും വളർത്താനും ഈ മഹാരോഗത്തിനായി നമ്മിൽ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിനായി എത്രയോ അൽമായർ സന്നദ്ധ സംഘാടകരായി പുറത്തിറങ്ങി. സമസ്ത മേഖലകളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ മേഖലയിൽ ആരാധനാലയങ്ങൾ അടഞ്ഞപ്പോൾ ഭവനങ്ങൾ ദേവാലയങ്ങളായി. ഐക്യദാർഢ്യമുള്ള നമ്മൾ മനോഭാവങ്ങളിലേക്ക് വ്യക്തികൾ എത്തിച്ചേർന്നു. ലോക്ക്ഡൗൺ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് സൃഷ്ടിച്ചെങ്കിലും ആത്മീയ ഐക്യം വർദ്ധിച്ചു. മനസ്സിനോട് സംസാരിക്കുന്ന നാളുകളാണിവ. ഈ ലോക്ക്ഡൗണിൽ മനുഷ്യവർഗത്തിന്റെ സജീവ അംഗമാണ് ഞാൻ എന്ന ചിന്ത വളർന്നു. കാരണം ഏതെങ്കിലും കുടുംബങ്ങളിൽ മുതിർന്നവർ ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് കുടുംബത്തിലുള്ള ഉത്തരവാദിത്വവും കുട്ടികൾക്ക് വീട്ടിലുള്ള സ്ഥാനവും ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടു. കുട്ടികളുടെ കലാവാസനകൾ അത്ഭുതകരമാം വിധം ഭവനങ്ങളിൽ പ്രകടമാക്കപ്പെട്ടു. ഈ കൊലയാളി നമ്മൾ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ജീവൻ ദൈവകരങ്ങളിലാണെന്ന് COVID-19 നമ്മെ പഠിപ്പിച്ചു. മാനസാന്തരത്തിന്റെ അവസരമാണിത്. നമുക്കേറ്റ ഈ മഹാവിപത്ത് മാറുവാൻ ക്രൂശിതനിലേക്ക് അടുക്കാം. അപ്പോൾ കൊറോണ ഒരു ദുരന്തമല്ലാതെ തിരുത്തുന്ന ശക്തിയായി മാറും. COVID-19 മനുഷ്യകുലത്തെ, വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പഴയ നിയമത്തിലെ ജോബിന്റെ ചരിത്രമാണത്. സഹനങ്ങളെല്ലാം ആത്മീയവും ധാർമ്മികവുമായ ട്യൂഷൻ ക്ലാസ്സുകളാണ്. ദൈവമാണ് ഇവിടുത്തെ അധ്യാപകൻ. ദൈവം മനുഷ്യവാസത്തിനായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യരെല്ലാവരും ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഇടമായി ഇതിനെ മാറ്റണം. മഹാമാരികളെ കഴിഞ്ഞകാല തിന്മകളുടെ ഫലമായല്ല നാം കാണേണ്ടത്. സഹനങ്ങൾ ഭാവിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അത് നമ്മെ അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിക്കും, ശക്തിയും ധൈര്യവും നൽകും. വിശുദ്ധ തോമാസ് ലീഹായെ പോലെ യേശുവിന്റെ തിരുമുറിവുകൾ സ്പർശിച്ചുകൊണ്ട് വ്യക്തികളായി, കുടുംബങ്ങളായി വിശ്വാസത്തിൽ വളർന്ന് ഈ പ്രതിസന്ധിക്ക് നമുക്ക് ദൈവത്തിൽ ഉത്തരം കണ്ടെത്താം. നമസ്കാരം, എൻ്റെ ചെസ് നമ്പർ 760. എൻ്റെ ഇന്നത്തെ മലയാളം പ്രസംഗത്തിൻ്റെ വിഷയം കൊറോണ ആൻഡ് ഫെയ്ത്ത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടുഡേയ്സ് ഫാമിലി. മലയാളത്തിൽ കൊറോണ വൈറസും ഇന്നത്തെ കുടുംബത്തിലെ വിശ്വാസവും. ആദ്യമായിട്ട് തന്നെ ഞാൻ കൊറോണ വൈറസിനെ കുറിച്ച് നിങ്ങളോട് പറയുവാണ്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഒരു അണുവാണ്. അത് നമ്മുടെ ശ്വാസനാളിയെ പോയി ആക്രമിക്കുകയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് തള്ളിയിടുകയും ചെയ്യുവാണ്. അങ്ങനെ നമുക്ക് മരണം വരെ സംഭവിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പം വീട്ടിൽ നിന്ന് വെളി ഇറങ്ങാറില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്ന വേറെ ഒരു കാര്യമാണ്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വേറെ ഒരു പുതു പരിപാടിയിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അത് വേറെ ഒന്നുമല്ല, അത് നമ്മുടെയും നമ്മളെ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ ചെയ്തേക്കുന്നത്.
അതുപോലെ തന്നെ ഏറ്റവും മുമ്പിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം. അനുസരണയാണ് ഏറ്റവും മുമ്പിലത്തെ തന്നെ കൽപ്പന നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു യുവ അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. നമുക്കിപ്പം പള്ളിയിൽ പോവേണ്ട, നമുക്ക് അതുപോലെ തന്നെ പൊതു പരിപാടിയിൽ പോവേണ്ട, ഒരു കൺവെൻഷനിൽ പോവേണ്ട. പക്ഷെ നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഘടകങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഒരു ദൈവത്തിന് തന്നെ നന്ദി പറയുന്നു. കാരണം വർഷങ്ങളായിട്ട് തന്നെ മാറി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ തന്നെ ഇപ്പം ഈ കൊറോണ വൈറസ് വന്നുകൊണ്ട് തുടങ്ങിയത്. അത് വേറെ ഒന്നുമല്ല, കുടുംബ പ്രാർത്ഥനയാണ്. അതെ, കുടുംബ പ്രാർത്ഥന കുറേ വീട്ടുകളിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ജപമാല പ്രാർത്ഥന, ആ ജപമാല പ്രാർത്ഥന ഇപ്പോൾ ഓരോരുത്തരുടെയും ശരണവും സത്യവുമായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സങ്കീർത്തനം 91 പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ദൈവമാണ് എൻ്റെ കവചം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഇപ്പം ഓരോ വീട്ടുകളുടെയും കവചം ദൈവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് വാട്സപ്പിൽ വന്ന ഒരു സന്ദേശത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വാട്സപ്പിൽ വന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ സാത്താനും ദൈവവും അവിടെ ഉണ്ട്. അപ്പോൾ സാത്താൻ പറയുക ദൈവത്തിനോട്, നോക്ക്, ഞാൻ നിന്റെ ദേവാലയങ്ങൾ പൂട്ടിക്കഴിഞ്ഞു. പക്ഷെ അന്നേരം തന്നെ നമ്മുടെ സ്വന്തം പിതാവായ ദൈവം വളരെ സ്നേഹത്തോട് ഇപ്പം പറയുവാണ്, നീ എൻ്റെ ദേവാലയങ്ങൾ പൂട്ടിയാൽ എന്ത്, ഞാൻ ഓരോ ഭവനത്തിലും എൻ്റെ ദേവാലയങ്ങൾ തുടങ്ങി. യെസ്, അത് തന്നെയാണ് ഈ സമയത്ത് നടക്കുന്നത്. ഓരോ വീട്ടിലും ദേവാലയങ്ങൾ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കന്മാരോട് ഒരിക്കലും നമുക്ക് ചേർന്നിരിക്കാൻ പറ്റാത്ത കുറേ അവസ്ഥകളുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ ലോകം തന്നെ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ അവസ്ഥകളുണ്ട്. അവിടാണ് നമ്മുടെ ദൈവം തന്നെ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുന്നത്. കാരണം ഇതും ഒരു സത്യമാണ്. ഇന്ന് വരെ, ഈ നിമിഷം വരെ കൊറോണ വൈറസിന് വേണ്ടി ഒരു മരുന്നും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി നമ്മളെ രക്ഷിക്കാൻ പറ്റിയത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്. ഈ സമയത്ത് നമ്മൾക്ക് വേണ്ടി കുറേ നമ്മുടെ വിശ്വാസത്തിൻ്റെ മേലിൽ കോട്ടങ്ങൾ പറ്റും. പക്ഷേ ഈ സമയത്ത് മദർ ടെരേസയുടെ വാക്കുകൾ ഞാൻ കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്. മദർ ടെരേസ പറഞ്ഞിട്ടുണ്ട്, ഏത് കുടുംബമാണ് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത്, അവർ ഒരുമിച്ച് കഴിക്കുകയും അവർ ഒരുമിച്ച് നിൽക്കുകയും അവരുടെ ഇടയ്ക്ക് ഒരു സംഘടനമുണ്ട്. അതുപോലെ തന്നെ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതും കൂട്ട് ഇവർ രണ്ടും വിശുദ്ധന്മാരാണ്. അവർ എല്ലാവരും പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണ് അടിസ്ഥാനം. 2-3 പേര് എൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ കൂടുവോ, എവിടെ കൂടിയാലും അവിടെ ഞാനുണ്ട്. അതാണ് നമ്മുടെ ദൈവം തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുവാണ്. ലോക്ക്ഡൗൺ ആദ്യമായിട്ട് അല്ല. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ മോശ 40 ദിവസം സിയോൻ മലയിൽ ദൈവത്തിനോട് സംസാരിച്ചിരുന്നു. 40 വർഷം ഇസ്രായേൽ ജനത്തിനെ മരുഭൂമിയിൽ ദൈവം നിർത്തി. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നിങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് മുമ്പിൽ തന്നെ 40 ദിവസം സാത്താൻ പരീക്ഷിച്ചു. അത് വേറെ ഒന്നുമല്ല, ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ അവർക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ സമയം കൊടുത്തു. അവിടെ വേറെ ആരുമല്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാണ്, ഈ ലോക്ക്ഡൗൺ ഇപ്പം 40 ദിവസങ്ങളുടെ ഏകദേശമായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെയോ നിങ്ങളുടെയോ കയ്യിലല്ല, ഇനി എൻ്റെ കയ്യിലാണ്. ഞാൻ എന്തായിട്ട് വെളി വരണം, ഞാൻ എന്തായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതാണ് ഇനി ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നന്ദി, നമസ്കാരം. എന്റെ ജനമേ വരുവിൻ, മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ. ക്രോധം ശമിക്കുന്നത് വരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ബഹുമാനിയായ ജഡ്ജസിന് ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനായി ലഭിച്ചിരിക്കുന്ന വിഷയം കൊറോണയും ഇന്നത്തെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വിശ്വാസവും എന്നുള്ളതാണ്. ലോകത്തെ മുഴുവൻ ഭയത്തിന്റെയും വിഭ്രാന്തിയുടെയും മുൾമുന്നിൽ നിർത്തുന്ന കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ യെശയ്യാപ്രവാചകന്റെ ഈ പ്രവചനത്തിന് കൂടുതൽ പ്രസക്തിയേറുന്നു. കാരണം കുറച്ചു നാളത്തേക്ക് മുറിയിൽ പ്രവേശിച്ച് വാതിലടച്ചുള്ള നമ്മുടെ ഈ മറഞ്ഞിരിപ്പ് കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹബന്ധത്തെയും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും കൂടുതൽ ബലപ്പെടുത്തി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ആശയവിനിമയത്തിന്റെ കുറവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സമയമില്ല അല്ലെങ്കിൽ സമയത്തിന്റെ കുറവ് എന്ന് പറഞ്ഞാണ് നാം ഒക്കെ നമ്മുടേതായ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ
ഈ ലോക്ക്ഡൌൺ കാലഘട്ടം നമ്മെ ഒരു തീന്മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരികയും പരസ്പര ആശയവിനിമയത്തിന് അവസരം ഒരുക്കി തരികയും ചെയ്തു. ഈ സമയമില്ലായ്മ കുടുംബ ബന്ധങ്ങളെ മാത്രമല്ല, കുടുംബത്തിലെ ആത്മീയ അന്തരീക്ഷത്തെ പോലും മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് ഒന്നിച്ചിരുന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുവാനും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും സോഷ്യൽ മീഡിയയിലൂടെ വിശുദ്ധ കുർബാനയിലും ആത്മീയ പ്രഭാഷണങ്ങളിൽ നാം ഒന്നിച്ചു പങ്കെടുക്കുമ്പോൾ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ അവന്റെ വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആത്മീയ ജീവിതത്തെയും കൂടുതൽ ബലപ്പെടുത്തി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഭവനങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു ദേവാലയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതത്തിലെ വിശുദ്ധ വാര്യവും ക്രിസ്തുനാഥന്റെ ഉയർപ്പും ഞായറാഴ്ചകളിലെ കുർബാനയുമെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ തന്നെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ആയതിനാലാണ് നമ്മുടെ കൊച്ചുമുറികൾ ഒരു ദേവാലയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മനുഷ്യന് പണസമ്പാദനത്തിനുള്ള ആർത്തി കുറഞ്ഞു. ആമോസ് പ്രവാചകൻ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ ധനത്തിനോ ഭക്ഷണത്തിനോ ദാഹജലത്തിനോ അല്ല ക്ഷാമം അനുഭവിക്കാൻ പോകുന്നത്, പിന്നെയോ കർത്താവിന്റെ തിരുവചനം ലഭിക്കാത്തതിനുള്ള ക്ഷാമമായിരിക്കും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളും ധ്യാന കേന്ദ്രങ്ങളും മറ്റു ശുശ്രൂഷ കേന്ദ്രങ്ങളും ഈ മഹാമാരിയിൽ അടഞ്ഞുകിടക്കുമ്പോൾ കർത്താവിന്റെ തിരുവചനത്തിന്റെ ക്ഷാമഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന കർത്താവിന്റെ തിരുവചനത്തിന്റെ പ്രസക്തിയും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണല്ലോ. ക്രൈസ്തവ ജീവിതം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പ്രവൃത്തിയോട് ചേരുമ്പോഴാണ് അത് യാഥാർത്ഥ്യമായി തീരുന്നത്. ഈ മഹാമാരി ഒത്തിരി നഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് വരുത്തി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും നമ്മുടെ കുടുംബ ജീവിതത്തെ ബലപ്പെടുത്തുവാനും ആത്മീയ ജീവിതങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനും സാമൂഹിക സേവന മനോഭാവത്തെ കൂടുതൽ വളർത്തുവാൻ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. നഷ്ടങ്ങളുടെ കണക്കുകളെ നമുക്ക് മറക്കാം. നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ട് മക്കബയർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറവച്ചിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ആദരണീയരായ വിധികർത്താക്കളെ, നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വർത്തമാന സാമൂഹിക പശ്ചാത്തലത്തിൽ വിശ്വാസവും കൊറോണയും കുടുംബജീവിതത്തിൽ എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതൊരു സമാധാനത്തിന്റെ കാലമല്ല. നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെയും അസമാധാനത്തിന്റെയും ഉത്കണ്ഠയുടെയുമാണ്. നമ്മൾ ഏവരും ഈ COVID-19 ശേഷം എന്താകും, ഈ ലോക്ക്ഡൌൺ എപ്പം കഴിയും എന്നതിനെയൊക്കെ കുറിച്ച് ആകുലപ്പെടുന്നു. എന്നാൽ ഈ കിട്ടിയ സമയം സന്തോഷപൂർവ്വം കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ നമ്മൾ ചിലർക്കേ കഴിയുന്നുള്ളൂ. മുമ്പൊക്കെ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ നാം കൊതിച്ചിരുന്നു. എന്നാൽ ആ സമയം കിട്ടിയപ്പോഴോ നാം നമ്മുടെ ജോലി, പഠിത്തം, ബിസിനസ് എന്നതിനെയൊക്കെ കുറിച്ച് ആകുലപ്പെടുന്നു. ഇതാണ് മനുഷ്യൻ. നമുക്കൊന്നിലും സംതൃപ്തി ലഭിക്കുന്നില്ല. ഏശയ്യ 28:3 ഇങ്ങനെ പറയുന്നു: കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് തന്റെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. അതിനാൽ നാം എന്തിന് ആകുലപ്പെടുന്നു? കരുണയോടെ നമ്മളെ സംരക്ഷിക്കാൻ കഴിയുന്ന മരണത്തെ ജയിച്ച ഈശോയിലാണ് നമ്മുടെ ഹൃദയം ആയിരിക്കേണ്ടത്. ഒരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് വിശ്വാസവും സ്നേഹവും. കുടുംബ പ്രാർത്ഥന അതിന്റെ അടിത്തറയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നൊന്നിച്ച് പ്രാർത്ഥിക്കുവാനും ജപമാല ചൊല്ലുവാനും നമുക്ക് കഴിയുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. മുമ്പ് ലാഘവത്തോടെ കാണപ്പെട്ട വിശുദ്ധ കുർബാന ഇന്ന് ഓൺലൈനിൽ ആണെങ്കിൽ പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തിലും തീക്ഷ്ണതയിലും കാണപ്പെടുന്നു. അതിനാൽ ഒരു മഹത്വത്തിന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ, കൃപയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ സഭ കടന്നു പോകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ കുടുംബാന്തരീക്ഷത്തിൽ തിരക്കുകളില്ല. ഹോട്ടലിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിനേക്കാൾ അമ്മയുണ്ടാക്കിയ ഭക്ഷണമാണ് രുചികരമെന്ന് അച്ഛനും മക്കളും തിരിച്ചറിയുന്നു. വാഹന ഗതാഗതം നിയന്ത്രിക്കപ്പെട്ടപ്പോൾ അന്തരീക്ഷം ശുദ്ധമായി, ഭൂമി മനോഹരമായി, മഴവില്ലുകൾ ദൃശ്യമായി.
ദേവാലയങ്ങൾ അടച്ചപ്പോൾ കുടുംബം ദേവാലയമായി മാറി. കുടുംബാന്തരീക്ഷം ആകെ മാറി. നാം ഇപ്രകാരം കേട്ടിട്ടുണ്ടല്ലോ, സങ്കടങ്ങളുടെ പെരുമഴക്കാലത്ത് നീ നനയാതെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മുകളിൽ വിരിച്ചു പിടിച്ച ക്രൂശത്തിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോഴും എല്ലാം ഈശോയുടെ കരങ്ങളിലാണ്, ഈ കൊറോണ പോലും. അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ക്രിസ്തീയ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന സുവിശേഷങ്ങളായി മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രസംഗ വിഷയം കൊറോണയും വിശ്വാസവും ഇന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണല്ലോ. കൊറോണ അല്ലെങ്കിൽ COVID-19 ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്ത് 2019 ഡിസംബറിലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകമെമ്പാടും മാരകമായി ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ച് ജനലക്ഷങ്ങളുടെ ജീവൻ കവർന്നെടുത്തു എന്നതിനാലാണ് ഈ കൊറോണയെ ലോകം മുഴുവൻ ഭയത്തോടും അതിലേറെ ജാഗ്രതയോടും കൂടെ നോക്കിക്കാണുന്നത്. സാമാന്യ ജനജീവിതത്തെ സ്തംഭിപ്പിച്ച് ഈ കൊറോണ എന്ന മഹാമാരിയുടെ രോഗലക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രതിവിധികളും നമുക്ക് വിവിധ മാധ്യമങ്ങളിലൂടെ സുപരിചിതമാണ്. ഇനി വിശ്വാസം എന്നാൽ എന്താണ് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ബൈബിളിൽ ഹെബ്രായർ 11:1 ഇപ്രകാരം പറയുന്നു: വിശ്വാസം എന്നത് പ്രത്യാശ വെക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കത്തോലിക്ക സഭയുടെ യുകാറ്റ് 21-ാം പോയിന്റിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിൽ ആശ്രയിക്കലുമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവായി ത്രിയേക ദൈവത്തിലും തിരുസഭയിലും വചനത്തിലും നാം വിശ്വസിക്കണം. ഈ കൊറോണ കാലം നമ്മുടെ കുടുംബത്തെ വിശ്വാസത്തെ ഗുണകരമായി ദോഷകരമായി ബാധിച്ചു എന്നത് വാസ്തവം തന്നെ. ഈ കൊറോണ നമ്മെ ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ കൊറോണ കാലത്തിന് മുമ്പുള്ള ജീവിതം നാം ആത്മശോധന ചെയ്യണം. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നാണ്. നമ്മുടെ രാഷ്ട്രം, സഭ, ഇടവക ഇവയെല്ലാം വിവിധ തരത്തിലുള്ള കുടുംബങ്ങളാണ്. ഇവയുടെ എല്ലാം ഏറ്റവും ചെറിയ പതിപ്പാണ് നമ്മുടെ കൊച്ചു കുടുംബം. ഏത് തരത്തിലുള്ള കുടുംബമായാലും വിശ്വാസത്തിന്റെ കണ്ണുകളോട് നോക്കുമ്പോൾ സത്യവിശ്വാസത്തിന് യോജ്യമായ ഒരു ജീവിത രീതിയായിരുന്നു നമ്മുടേത്. എല്ലാം സമ്പത്തിന്റെ, അധികാരത്തിന്റെ, ജഡീകതയുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ഒരു അതിപ്രസരമായിരുന്നില്ല എല്ലായിടത്തും. അവയ്ക്കെല്ലാം താൽക്കാലികമായി അർത്ഥം നൽകുവാൻ മനുഷ്യദൃഷ്ടിക്ക് കാണാൻ കഴിയാത്തത്ര ഒരു കൊറോണ വൈറസിന് സാധിച്ചു. ഉദാഹരണത്തിന്, നേരത്തെ 4 പേരുള്ള കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും 4 പേരും 4 വഴിക്ക് 4 സമയത്ത് വരവും പോക്കും, 24 മണിക്കൂർ തിരക്ക്, പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അവസരമില്ലായിരുന്നു. എന്നാൽ കൊറോണ ഭീതി വന്നതോടെയോ എല്ലാവരും കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ നമ്മുടെ ഭവനങ്ങൾ 100 ഇരട്ടി ദേവാലയങ്ങളായി മാറി. ദൈവത്തിൽ നിന്ന് അകന്നവർ പോലും ദൈവത്തിലേക്ക് അടുക്കുന്നു. നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയും ശക്തി പ്രാപിക്കുകയുമാണ് ചെയ്തത്. കൊറോണ ധനികനെയും ദരിദ്രനെയും ഒരുപോലെ ബാധിച്ചു. ദൈവത്തെ പോലെ കൊറോണയ്ക്ക് മുഖനോട്ടമില്ലാതെയായി. ഉള്ളത് പങ്കുവെച്ച് ആദിമസഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ തിരിപ്പിച്ചു. മത്തായി 25:40 യേശു ഇങ്ങനെ പറയുന്നു: എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ അത് ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അഭിവന്ദ്യ ബർന്നബാസ് പിതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനേകം പാവപ്പെട്ട മനുഷ്യരെ ഈ കൊറോണ കാലം അതിജീവിക്കാൻ സാധിച്ചു. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ തൊഴിൽപരമായി സാമ്പത്തികപരമായി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വിശ്വാസപരമായി നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ കുടുംബത്തെയും നവീകരിക്കുവാനും ശുദ്ധീകരിക്കാനും ഈ കൊറോണ നമ്മെ സഹായിച്ചു. എഫേസോസ് 2:8 ഇങ്ങനെ പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അതേ പ്രിയമുള്ളവരെ, ഈ കൊറോണ മൂലം 40 ലക്ഷത്തിലേറെ പേർ രോഗബാധിതരാവുകയും 3 ലക്ഷത്തോളം പേർ മരണമടയുകയും ചെയ്തപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. വചനം പറയുന്നു: വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൽ നാം കൂടുതൽ വിശ്വസിക്കണം. ദൈവം കാണിച്ചു തന്ന നിത്യജീവനെ നാം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ കൊറോണയെ അതിജീവിക്കണം. അതിന് നിങ്ങൾ ഏവരും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യേശുക്രിസ്തു അവളോട് പറഞ്ഞു: ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മാന്യ സദസ്സിന് എന്റെ വന്ദനം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം
കൊറോണയും വിശ്വാസവും. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവ് പാപമെന്ന മഹാമാരിയിൽ അകപ്പെട്ട ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായി ജനിച്ചു. ഒരു രക്ഷാകവചവും ഇല്ലാതെ നമുക്കിടയിൽ ജീവിക്കുകയും നമ്മെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. സൂക്ഷ്മാണുവായ കൊറോണ വൈറസ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപയെ പരിപോഷിപ്പിക്കുവാൻ സഹായിച്ചു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ എന്റെ കഴിവുകൊണ്ട് എല്ലാം നേടിയെടുത്തു എന്നഹങ്കരിച്ച മാനവരാശിക്ക് തന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ വൈറസിന് സാധിച്ചു. ദൈവകൃപയ്ക്കായി കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. ഇന്ന് മാനവരാശി 4 പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒന്നാമത് വിശ്വാസം. സങ്കീർത്തനം 46-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ശാന്തമാകുക, ദൈവമാണെന്നറിയുക. രണ്ടാമത് കുടുംബം. സങ്കീർത്തനം 46-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. മൂന്നാമത് സുഹൃത്തുക്കൾ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നാലാമത് ശ്രദ്ധ. കൊളോസ്യസ്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഈ മഹാമാരി കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ബൈബിൾ വചനം പൗലോസ് ലീഹ കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 13-14 വചനങ്ങളാണ്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവിൻ, പൗരുഷത്വവും കരുത്തുമുള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അതാ, നമ്മൾ ജാഗരൂകരായിരിക്കണം. കൊറോണ ബാധിക്കാതെ ജാഗരൂകരായിരിക്കണം. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കേണ്ട സമയമാണിത്. മലങ്കര കത്തോലിക്ക സഭ കുടുംബത്തിലെ അംഗങ്ങളായ നമ്മൾ കരുത്തരാണ് എന്ന് കൂടി നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ഒരു മിഷൻ രൂപതയായ ഗുഡ്ഗാവ് ഡയസിസ് ഈ കൊറോണ കാലത്ത് നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവസ്നേഹം പങ്കുവെക്കുന്നതിൽ ശക്തമായ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. അഭിവന്ദ്യ ബർണബാസ് പിതാവിന്റെ സ്നേഹോഷ്മളമായ നേതൃത്വത്തിൽ രൂപതയിലുടനീളം നടത്തിയ കിറ്റ് വിതരണങ്ങളും വിശക്കുന്നവർക്കായി ഒരുക്കിയ സാമൂഹിക അടുക്കളയും എല്ലാം ദൈവസ്നേഹം വിളമ്പുന്ന സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ്. ഈ കൊറോണ കാലത്ത് ഈ സഭാമക്കളുടെ അഭിവന്ദ്യ പിതാവിന്റെയും വൈദിക ശ്രേഷ്ഠരുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന വലിയ വിശ്വാസ പ്രമാണമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൊറോണ കഷ്ടതയും ദുഃഖവും നിറഞ്ഞതാണ്. എന്നാലും നാം എല്ലാവരും നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് വന്ദനം. മാനവകുലത്തിന്റെ അന്തകനായി കൊറോണ എന്ന മഹാമാരി സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ തച്ചുടയ്ക്കാൻ തക്കം പാർത്തിരുന്ന കുറുനരികൾക്ക് കിട്ടിയ അവസരമായി കണക്കിലെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായി നിരന്തരം കാണുവാൻ സാധിക്കും. ഇപ്പോൾ ദേവാലയങ്ങൾ എവിടെ, ദൈവം എവിടെ, ഞായറാഴ്ചകൾ എവിടെ, കുർബാനകൾ എവിടെ എന്നിങ്ങനെ ചോദ്യശരങ്ങൾ എയ്തുകൊണ്ട് സ്വയം സായുജ്യമടയുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് അങ്ങോളം ഇങ്ങോളം പരക്കം പായുന്ന ചണ്ടാളന്മാർ. അതായത് കൊറോണ എന്ന മാരക രോഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിശ്വാസത്തിനും വിശ്വാസികൾക്കുമായി നിജപ്പെട്ടിരിക്കുന്നുവെന്നർത്ഥം. ഉത്തരം ലഭിക്കുന്നിടത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയുള്ളൂ. അന്നദാനമുള്ളിടത്തെ അത്താഴഭക്ഷണിക്ക് വിരാമമുള്ളൂ. ഏത് കാര്യത്തിലും ഏതവസ്ഥയിലും ഉത്തരം ലഭിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ അന്തസത്തയിൽ പണിയപ്പെട്ടതാണ് ക്രൈസ്തവ വിശ്വാസവും അതിന്റെ തണലിൽ ജീവിക്കുന്ന കുടുംബങ്ങളും. ഒരു തീക്കും കാറ്റിനും പേയ്മാരിക്കും മഹാവ്യാധികൾക്കും തകർക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ വിശ്വാസവും വിശ്വാസത്തിൽ ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങളും. വിശുദ്ധ ബൈബിളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കാൻ വെട്ടുകിളികളെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ
ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് ദൈവം തന്ന വാഗ്ദാനം. ഇതാണ് നമ്മുടെ വിശ്വാസവും. കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ഊടും പാവും വിശ്വാസത്തിന്റെ അന്തസ്സത്തെ സാംശീകരിച്ച് നെയ്യുവാൻ നമുക്ക് സാധിക്കണം. സ്വജീവിതം മുഴുവൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് ദൈവകരുണയിൽ അഭയം പ്രാപിച്ച പരിശുദ്ധ കന്യകാമറിയാമിനെ പോലെയും ശരീരമാസകലം വ്രണങ്ങളാൽ നീറി ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന ജോബിനെ പോലെയും എത്രയോ വിശുദ്ധ ജന്മങ്ങളുടെ പിൻതലമുറക്കാരാണ് നാം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സ്നേഹിക്കുന്നവനായ നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ പടകിൽ അവനുണ്ട്. നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ അമരക്കാരനായി അവൻ വേണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത കുടുംബ പശ്ചാത്തലം നാം വാർത്തെടുക്കണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളുമായി പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം കൊറോണയും ഇന്നത്തെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വിശ്വാസവും. ഇന്ന് ലോകം ആകമാനം ഭീതിയുടെ മുൾമുനയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് കൊറോണ എന്ന പകർച്ചവ്യാധി. COVID-19 എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ കൊറോണ വൈറസ് ലോകത്ത് ആകമാനം ആശങ്കയുടെ മുൾമുനയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കാരണം നമ്മൾ ഇപ്പോൾ ഒരു അടച്ചിടൽ കാലത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ്. അതെ, നമ്മുടെ കുടുംബത്തിന്റെ ദൈവിക വിശ്വാസത്തെ പറ്റി. വിശ്വാസം എന്നാൽ എന്താണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഹെബ്രായർ 11 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പേശിയുടെ വളർച്ചയ്ക്കായി വ്യായാമം എന്നതുപോലെ വിശ്വാസവും ദൈവിക വ്യായാമത്തിലുള്ള വളർത്തിയെടുക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദാനിയേലിന്റെ വിശ്വാസമാണ്. വിശ്വാസം വളർത്തിയെടുക്കാൻ ഏറ്റവും നല്ല സമയം ഈ അടച്ചിടൽ കാലം തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബം ഒരു വിശ്വാസ കുടുംബത്തിലൂടെയാണ് നയിക്കുന്നത്. മാതാപിതാക്കൾ മക്കളുടെ മനസ്സിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുന്നു എന്നതൊക്കെയാണ്. ഒരു കാലമുണ്ടായിരുന്നു നമ്മളെല്ലാവരും തിരക്കേറിയ കാലം. കുടുംബ പ്രാർത്ഥനകളിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത അത്രയത്ര തിരക്കുകൾ. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്പോൾ നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബവുമായി ചേർന്ന് ഒന്നിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നും ഒന്നിച്ച് നിലനിൽക്കുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇതിനാൽ ഈ സമയത്ത് നാം ഓരോരുത്തരും വിശ്വാസത്തിൽ ബലപ്പെടാൻ കടപ്പെട്ടിരിക്കുന്നു. നാം കുടുംബവുമായി ചേർന്ന് വേദപുസ്തകം വായിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും ദൈവത്തെ അടുത്തറിയുവാനും കുഞ്ഞുമക്കൾക്ക് വേദപുസ്തകത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കാലമാണ് ഈ അടച്ചിടൽ കാലം. എന്നാൽ ഈ സാഹചര്യത്തിൽ ദേവാലയത്തിൽ പോലും പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. അലങ്കാരങ്ങളും ആഘോഷങ്ങളും ചിങ്കാര ശബ്ദങ്ങളും ഒന്നുമില്ലാതെ കൃത്യബോധത്തിൽ നോമ്പ് കാലത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി നാം ഓരോരുത്തരും നോമ്പ് അനുഷ്ഠിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരിക്കലും മുടക്കാത്ത ശുശ്രൂഷകളാണ് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പി എന്ന തിരുക്കർമ്മങ്ങൾ. നിരന്തരം ദേവാലയത്തിൽ അനുഷ്ഠിച്ചിരുന്ന ഈ കൂദാശ കർമ്മങ്ങൾ സമൂഹത്തോടൊപ്പം പങ്കുചേരാൻ ആയില്ലെങ്കിൽ കൂടി നമ്മുടെ ദൈവമായ കർത്താവ് പൊതുമാധ്യമങ്ങളിലൂടെ നമ്മുടെ കുടുംബവുമായി ചേർന്ന് പങ്കുചേരാൻ ഒരു അവസരം തന്നു. എന്നാൽ പൊതുമാധ്യമങ്ങളിലുള്ള ബലിയർപ്പണം ശാശ്വതമാണോ എന്ന് പലർക്കും തോന്നിയേക്കാം. ഒരു പഴയ കേട്ടുകേൾവി ഞാൻ പറയാം: മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. നിങ്ങൾ ദേവാലയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ ഗലാത്യർ 2 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിലൂടെ ജീവിക്കുന്നത്. പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക. ആയതിനാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വസ്തയിലും ആത്മീയതയിലും വളരാൻ ദൈവമായി നിയോഗിക്കപ്പെട്ട സമയങ്ങളായി ഈ ദിവസങ്ങൾ നമുക്ക് കണക്കാക്കാം. ലോകത്തോടും സമൂഹത്തോടും അകന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവ തിരുമനസിന്റെ പദ്ധതികളിലേക്ക് കടക്കാം. ക്ഷാമം, പ്രളയം, വരൾച്ച എന്നിങ്ങനെ പലതിനെയും നാം തോൽപ്പിച്ചിട്ടുണ്ട്. ഇതിനെയെല്ലാം തോൽപ്പിക്കാൻ കരുത്തേത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയമാണ്. നമ്മുടെ അഭയ കേന്ദ്രമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ ചേർന്ന് നിന്ന് പടപൊരുതാം. കഷ്ടകാലങ്ങളെ പ്രാർത്ഥനയോടെ നേരിടാം. ലൂക്കോസ് 1 അധ്യായം 37 വാക്യം: ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഈ വചനം ഓർക്കാം.
അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരുമായി അകലം പാലിക്കൂ, ദൈവമായി അടുപ്പം പാലിക്കൂ. സുരക്ഷിതരാവൂ. നന്ദി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. ആകുലതകളിലും അസ്വസ്ഥതകളിലും ഇന്ന് ജീവിതം തള്ളി നീക്കുന്ന നാം ഓരോരുത്തർക്കും യേശുനാഥൻ നൽകുന്ന പ്രത്യാശയുടെ വചസ്സുകളാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ നാം ഓർമ്മിക്കേണ്ടത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല എന്ന പ്രപഞ്ച സത്യമാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം കൊറോണയും ഇന്നത്തെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വിശ്വാസവും എന്നുള്ളതാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതും എന്നാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു മനുഷ്യായുസിനെ മുഴുവൻ ഇല്ലാതെയാക്കുവാൻ കഴിയുന്നതുമായ ഒരു ചെറു വൈറസ് ആണല്ലോ കൊറോണ എന്ന് പറയുന്നത്. മനുഷ്യൻ വയലിലെ പുൽച്ചെടിക്ക് സമാനനാണെന്നുള്ള തിരുവചന ഭാഗം ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. മണിമാളികകൾ കെട്ടിപ്പൊക്കുകയും എല്ലാ സുഖ സൗകര്യങ്ങളും വാരിക്കൂട്ടുകയും ചെയ്യുന്ന മനുഷ്യൻ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പകച്ചു നിൽക്കുകയാണ്. ആയുധബലമുള്ളവരും അംഗബലമുള്ളവരും ആവനാഴിയിൽ വാരിക്കൂട്ടിയവരും എല്ലാം ഇന്ന് ഏതാനും മുറികളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന തിരുവചന ഭാഗം ഇന്ന് ഈ സാഹചര്യത്തിൽ വളരെ അർത്ഥവത്തായി. എങ്കിലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും ഒരു മഹാമാരിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആത്മീയ ജീവിതത്തെയും വളരെയധികം ശക്തിപ്പെടുത്തിയെന്ന് ഞാൻ പറയും. കാരണം ഒന്നിനും സമയമില്ലാതെ ദ്രവ്യാഗ്രഹിയും സുഖലോലുപനുമായ മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ഇല്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ ഓട്ടത്തിന്റെ വേഗതയൊന്ന് കുറഞ്ഞു. കുടുംബത്തിൽ ഇന്നവൻ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. കുഞ്ഞുങ്ങളുമൊത്ത് ആശയവിനിമയത്തിന് സമയം മാറ്റിവെച്ചു. മുടങ്ങാതെയുള്ള വേദവായനയും പ്രാർത്ഥനയും ഇന്ന് കുടുംബത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തി. ആയതിനാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഒരു കൊച്ചു ദേവാലയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിയും പള്ളിമണികളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒട്ടും ക്ഷയം സംഭവിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം കുടുംബമാകുന്ന ദേവാലയങ്ങളിൽ നാം പ്രാർത്ഥിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവ ജീവിതം എന്നത് കേവലം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പിന്നെയോ നന്മയുള്ള പ്രവൃത്തികൾ കൂടി ചേരുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥവത്തായി തീരുന്നത്. ഒത്തിരി നഷ്ടങ്ങൾ വാരി വിതറിയ കൊറോണ എന്ന ഈ മഹാമാരി സത്യത്തിൽ നമുക്ക് വിചിന്തനത്തിന്റെ ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. പ്രഭാതത്തിൽ തഴച്ചു വളരുകയും സായാഹ്നത്തിൽ വാടിക്കരിയുകയും ചെയ്യുന്ന ഒരു പുൽച്ചെടിക്ക് സമാനമാണ് മനുഷ്യായുസ്സും നേട്ടങ്ങളുമെന്ന് ഈ മഹാമാരി നമ്മളെ വീണ്ടും ഓർമ്മിക്കുന്നു. എന്നിരുന്നാലും സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിന്റെ ഭാഗത്ത് 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ആയതിനാൽ ആ വലിയ പ്രത്യാശയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാം. അതിന് ദൈവം നമ്മളെ ധാരാളമായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. पिता, पुत्र और पवित्र आत्मा के नाम पर आमीन। मेरी तरफ से सब बहन भाई और जितने भी बच्चे हैं उनको जय यीशु मसीह की। और मैं डेल्टीगढ़ गाँव डायसिस के बिशप जी जेकब मार बर्नाबास का और जितने भी प्रीस्ट लोग और जितने भी लीडर्स लोग हैं और पूरी जितनी भी कम्युनिटी सिरोमलंकरा की है भारत में, मैं उन सब का धन्यवाद करता हूँ।
जिन्होंने मुझे ये स्पीच करने का मोबाइल फ़ोन पे ऑनलाइन अवसर दिया है। परमेश्वर प्रभु यीशु मसीह उन सबको आशीष दे। तो प्रिय भाइयों, बहनों और बच्चों, आज का हमारा यही सब्जेक्ट है कि हमने कोरोना वायरस से कैसे फाइट करना है, कैसे लड़ना है, और दूसरा हमारा परमेश्वर के ऊपर कितना विश्वास है, हम प्रभु यीशु मसीह के ऊपर मेरा परिवार कितना विश्वास करता है। तो हम वचन में देखें तो संत लूकस के सुसमाचार में उसका 21 वाक्य में प्रभु यीशु मसीह ने अपने शिष्यों को पहले ही बोल दिया था कि आने वाले समय में महामारी फैलेगी और आपके अपने लोग ही आपके ऊपर दोष लगाएंगे। तो हम संसार में देखें तो वो समा आ चुका है और संसार में पूरे विश्व में पाप बढ़ चुका है और एक महामारी भी आ चुकी है जिसको कोविड-19 कोरोना वायरस का नाम दिया गया है। और वो बीमारी से आज बहुत साइंटिस्ट, आज प्रेसिडेंट, आज पीएम, जितने भी लोग हैं सब चिंतित हैं। और हमने भी याद रखना वो बीमारी की प्रॉब्लम से आज हम भी अपने अपने घरों में बैठे हैं और घरों में बैठ के हमें एक चीज़ की ज़रूरत है, हमें एक ज़्यादा से ज़्यादा हमें प्रार्थना की ज़रूरत है। हमें घर में बैठ के अपनी मनमानी नहीं करना, हमने घर पे बैठ के किसी का बेइज्जती, किसी का इंसल्ट नहीं करना, हमें ज़्यादा प्रार्थना करना है। परमेश्वर के वचन के द्वारा हमने परमेश्वर से आशीष रिसीव करना है। तो बहुत से लोग आजकल यही बोलते हैं कि इस वर्ल्ड में, ये विश्व में 33 करोड़ देवी देवते हैं और जिनका वर्शिप किया जाता है, पर हम क्रिश्चियन लोग जितने भी हैं, हमारा एक ही गॉड है और एक ही लॉर्ड है जिसका नाम प्रभु यीशु मसीह है। प्रभु यीशु मसीह, उसको गॉड और लॉर्ड इसलिए बोला जाता है क्योंकि प्रभु यीशु मसीह के द्वारा इस विश्व में, इस संसार में मुक्ति आई है। पिछले मास में हमने सेलिब्रेट ईस्टर किया और हमने घरों में ही जब ईस्टर सेलिब्रेट किया और हमने पवित्र वचन में यही सुना कि प्रभु यीशु मसीह हमारे लिए ही मर चुके हैं और हमारे लिए ही जी उठे हैं। और प्रभु यीशु मसीह के मरने का और जी उठने का एक ही मकसद था कि हम मुक्ति नसीब करें, हम अनंत जीवन प्राप्त करें और हम प्रभु यीशु मसीह के दाहिने हाथ बैठे। आज कोरोना से जितने भी लोग चिंतित हैं वो कोरोना से डर रहे हैं, वो परमेश्वर से नहीं डरते, वो परमेश्वर की वचन से नहीं डरते। हमें ज़्यादा से ज़्यादा प्रभु से डरना चाहिए क्योंकि कोरोना तो आए को मेरे ख्याल से 6 मास या 5 मास हो चुका है, लेकिन प्रभु यीशु मसीह ये दुनिया में आज से 2020 साल पहले आ चुके हैं और उन्होंने जिसके पास देखने की शक्ति नहीं, देखने की शक्ति दी। और आज हम भी यही याद करते हैं, हमारे जो भी परेशानी है वो सब प्रभु यीशु मसीह को बताना है और प्रभु यीशु मसीह हमारी सब परेशानी अपने पवित्र नाम से दूर करेगा और हमें कोविड-19 कोरोना वायरस से बचाएगा। खुदा आप सबको आशीष और बरकत दे, आमीन। सबको जय सुखी। मेरा नाम राम सनी चायरे है, मैं बिलासपुर यूनिट पामगढ़ से हूँ और आज का जो विषय हमें दिया गया है वो विषय है कोरोना वायरस और विश्वास। आज के संदर्भ में हमारे पारिवारिक जीवन में मसीह में मेरे प्रिय भाई और बहनों, आज हम जानते हैं कि जो कोरोना वायरस, जिसको हम कोविड-19 और नोवेल कोरोना वायरस के भी नाम से जानते हैं, वो एक जगह की समस्या न होकर आज विश्वव्यापी समस्या बन चुकी है और इसका प्रभाव केवल शारीरिक ही नहीं अपितु हम मानसिक रूप से, शारीरिक रूप से, आत्मिक रूप से, आध्यात्मिक रूप से, आर्थिक रूप से हम देख रहे हैं लोगों के जीवन में। और यह जो समस्या है, यह लोगों के जीवन में एक बहुत ही गहरे डर और भय को उत्पन्न कर चुकी हैं। आज लोगों का जीवन इसकी वजह से अस्त व्यस्त और तमाम प्रकार की समस्याओं से भर चुका है क्योंकि इस वायरस ने लोगों को बहुत ही ज़्यादा प्रभावित किया है। आज हर एक देश, हर एक राज्य और बहुत सारे शहर इसके प्रभाव में हैं और इन सब के बीच में इसका प्रभाव सबसे ज़्यादा हमारे पारिवारिक जीवन पर भी हो रहे हैं। आज हम इस प्रभाव को अपने पारिवारिक व्यक्तिगत जीवन में हम 2 प्रकार से पाते हैं।
एक प्रकार से इसका एक नकारात्मक प्रभाव भी है और एक प्रकार से इसका सकारात्मक प्रभाव है। नकारात्मक प्रभाव किस प्रकार से है? हम जानते हैं कि नकारात्मक प्रभाव इस प्रकार से है कि इस वायरस की वजह से जो लॉकडाउन हुआ है, इसमें लोग एक जगह से दूसरी जगह नहीं जा पा रहे हैं, एक जगह से दूसरी जगह काम में नहीं जा पा रहे हैं। जो लोग बाहर कमाने के लिए, बाहर कार्य करने के लिए जा रहे थे, वो वापस आ रहे हैं और उनके लिए और कोई काम नहीं रह गए हैं। तो इस वजह से ऐसे में बहुत सारे परिवार को एक बहुत ही ज़्यादा आर्थिक परिस्थितियों का सामना करना पड़ रहा है, जिससे उनके परिवार में तरह तरह की दुख उत्पन्न होना शुरू हो गए हैं। इस प्रकार से उनके जीवन में एक मानसिक दबाव आना शुरू हो गए हैं। इस प्रकार से वो लोग बहुत ही चिंतित अवस्था में जा चुके हैं और बहुत सारे प्रकार हैं जो उनके बच्चों के जीवन को, उनके आर्थिक, पारिवारिक और उनके मानसिक जीवन को प्रभावित कर रहे हैं। और सकारात्मक प्रभाव किस प्रकार से है? इस वायरस की वजह से आज परिवार एक जगह पे आने पा रहे हैं, पति पत्नी, भाई बहन और जितने उनके रिलेटिव्स हैं वो एक जगह आने पा रहे हैं। उनके बीच में एक आपसी संबंध भी अच्छे से हो पा रहे हैं, उनके जीवन में सामंजस्य आ रही है और सबसे बड़ी बात, वो एकजुट होकर जो आध्यात्मिक रूप से बढ़ भी रहे हैं, पारिवारिक रूप से भी बढ़ भी रहे हैं। लेकिन इन सब के बीच में आज प्रभु का वचन क्या कहता है? प्रभु का वचन कहता है कि जो सर्वोच्च के छाया में शरण स्थान पाएगा, वह सर्वोच्च के शरण स्थान में अपने छत्र छाया में सुरक्षित रहेगा। प्रभु का वचन वायदा करता है कि अगर तुम मेरे छत्र छाया में सुरक्षित रहते हो, यदि तुम मेरे शरण में आते हो, तो मैं तुम्हें बहेलियों के जाल से, महामारी से, घातक बीमारियों से बचाऊंगा और कोई भी घातक और महामारी तुम्हारे डेरे के निकट नहीं आ पाएंगी। तो आज हमें और हमारे परिवार को चाहिए कि हम अपने परिवार को इस प्रभु के वासी स्थान में ले जाए, ताकि हम इस अवस्था में सुरक्षित रह सके और हमारा परिवार प्रभु में बना रहे। धन्यवाद। सबको जय यीशु की। मेरा नाम त्रिदेव रत्नाकर है, मैं बिलासपुर यूनिट से हूँ। हमारे परमेश्वर पिता का बहुत बहुत धन्यवाद हो कि आज हम सुरक्षित और अपने परिवार के साथ जीवित अवस्था में पाए जाते हैं। जैसा कि हमें विषय दिया गया है, कोरोना एंड फेथ इन द कॉन्टेक्स्ट ऑफ टुडे फैमिली। आज इस विषय में हम देखेंगे कोरोना वायरस, जिसे कोविड-19 और नोवेल कोरोना वायरस भी कहा जाता है। यह चीन के वुहान से शुरू होकर आज विश्व के समग्र देशों में फैल चुका है। इसके फैलने की गति और इससे मरने वालों की संख्या को देखते हुए WHO के अध्यक्ष टेड्रोस घेब्रेयेसस ने 11 मार्च 2020 को इसे एक महामारी का नाम दे दिया है। आज विश्व के सभी देश इस महामारी के कड़ी को तोड़ने के लिए अपने अपने स्तर में काम कर रहा है। वहीं हमारा भारत देश भी इससे लड़ने के लिए लॉकडाउन किए हैं। साथ ही सामाजिक दूरी बनाए रखने, अपने मुंह में मास्क लगाने और अपने हाथ को बार बार साबुन से धोते रहने की सलाह दिया गया है। आज लॉकडाउन के कारण से सभी स्कूल, कॉलेज, फैक्ट्रियां, ऑफिस, हर प्रकार के सामाजिक और धार्मिक गतिविधियां पूरी तरीका से बंद है, जिसके कारण से आज मजदूर वर्ग और साथ ही विश्व के हर एक देश एक आर्थिक परेशानी में जूझ रहा है। वहीं हम देखें आज हमारे परिवार के अंदर में इस वायरस के कारण एक डर और खौफ का माहौल बना हुआ है। आज हम अपने घर से बाहर जाने पर कतरा रहे हैं और यह सोचते हैं कि कहीं कोई कोरोना पॉजिटिव व्यक्ति हमें मिल न जाए और हम कहीं इस वायरस से संक्रमित ना हो जाए। एक डर का माहौल हमारे परिवार में, घर में बना हुआ है। वहीं इसका दूसरा पहलू यह भी है कि आज हम अपने परिवार को अधिक से अधिक समय देने पा रहे हैं, अपने परिवार के साथ अपना प्रेम बांट रहे हैं, एक दूसरे को समझ रहे हैं और एक दूसरे के प्रति अपना खुशी जाहिर करने पा रहे हैं। आज हम एक मसीह परिवार से होने के नाते हमारा पूरा विश्वास का आधार हमारा बाइबल और हमारा प्रभु है। हम यदि बाइबल में इसके विषय में देखें तो संत लूकास की पुस्तक अध्याय 21 पद संख्या 11, वहाँ पर कहा गया है, अंत के समय में भारी भूकंप होंगी, जहाँ तहाँ महामारियाँ और अकाल पड़ेंगे। यह एक भविष्यवाणी है जो आज हमारे जीवन में पूरी होते हुए हम देखने पा रहे हैं। वहीं संत यूहन्ना के प्रकाशन वाक्य की पुस्तक पर अध्याय
6 पद संख्या 8 जहाँ कहा गया है कि मृत्यु पीला घोड़ा में सवार होकर आती है और उसका पृथ्वी के 1/3 पर अधिकार दिया गया है और उसका हथियार अकाल, महामारी और बनैले पशु होंगे। आज हम इस बात को होते हुए देखने पा रहे हैं, तो इसके अगेंस्ट हमारा विश्वास यह भी है। यदि हम देखें स्रोत ग्रंथ अध्याय 91 पद संख्या 3 जहाँ पर कहा गया है कि हमारा परमेश्वर हमें हर एक प्रकार के महामारी से बचाता है और हमारी रक्षा करता है। तो हमारा विश्वास है, चाहे बड़ा से बड़ा महामारी क्यों ना हो, लेकिन हमारा परमेश्वर हमारे साथ है और इस महामारी से, इस हर एक मरी से हमें बचाकर अपने राज्य में लेके जाएगा। और एक रीति से आज मसीह परिवार के लोग लगातार इस विषय के लिए उपवास कर रहे हैं, मध्यस्थता प्रेयर की जा रही है। माता मरियम और सारे संतगण को हम आज प्रार्थना सौंप रहे हैं और हम सब मिलकर प्रभु पर यह विश्वास करते हैं वो हमारी रक्षा करेगा, इस मारी और हर एक प्रकार के समस्या से बचाकर हमें इस पर जय देगा। सबको जय यीशु। सबको जय मसीह। आज हम जानते हैं कि पूरी दुनिया भर में कोविड-19 वायरस के कारण सारी दुनिया पे क्या बीत रही है। कोविड-19 वायरस के कारण आज सारी दुनिया की गति थम सी गई है। स्कूल, कॉलेज, मंदिर, चर्च सब बंद पड़े हैं। हमारे बहुत सारे आराधना को लाइव स्ट्रीम करना पड़ा। घर से बैठ करके हम सिर्फ देख सकते थे। हम जानते हैं ये हमारे जीवन पे बहुत बुरी तरह से प्रभाव डाला है। ये घटना हमारे लिए नहीं हो सकती है, लेकिन जब हम रजाओं का ग्रंथ 17 अध्याय पढ़ते हैं तो वहां पर इसी तरह का एक और घटना भविष्यवक्ता एलिया के साथ घटित हुई है। जब वह राजा अहाब के सामने जाकर बोला, आज से इस देश में ना बारिश होगा, तब राजा अहाब उसे मारने के लिए निकला। एलिया अपनी जान बचाने के लिए यर्दन के पूर्व करीत घाटी में जाकर छिप गया। उसे क्वारंटाइन होना पड़ा, जिस तरह आज हम वायरस के डर से अपने अपने घरों में क्वारंटाइन हैं। उसे खाने के लिए खाना परमेश्वर कौवों के द्वारा प्रतिदिन देता था, लेकिन धीरे धीरे करके उस नाले का पानी सूखने लगा। जिस तरह आज हमारे पास बहुत सारे ऐसे लोग हैं जिनके पास खाना घटते जा रहा है दोस्तों। लेकिन एलिया ने परमेश्वर से बात करने के लिए नहीं छोड़ा। वो प्रत्येक दिन परमेश्वर के संग था। यदि आज हम भी परमेश्वर के साथ हैं, तो यदि हम प्रभु के साथ हैं, तो यीशु के साथ है, तो पवित्र आत्मा हमारे परिवार में है, तो हम परिवार के साथ मिल करके हम उससे प्रार्थना करते हैं, तो एलिया के जैसा परमेश्वर हमें व्यवस्था करने वाला है। प्रेरितों का चरित्र 4:12 बताता है, यीशु का नाम ही सारी दुनिया में महान है। यदि हम उसके नाम पे भरोसा रखते हैं तो वो हमें छोड़ेगा नहीं। एलिया के जैसा वो हमें आगे ले करके जाएगा। यदि एक जगह हमारे लिए अच्छा नहीं है, तो हमारे योग्य नहीं है, तो वो हमारे लिए दूसरे जगह का प्रबंध करके देगा। दोस्तों, हमें धीरज रखने का समय है। ये हमें समय मिला है कि हम अपने आप को प्रार्थना में और आगे बढ़ते हुए प्रभु यीशु के साथ चले और अपने आप को जांचे, अपने आप को परखे और भी हम आत्मिक वरदान में आगे बढ़ते जाए। एलिया को हम देख सकते हैं, जब वो क्वारंटाइन से बाहर निकला तो और सामर्थ्य के साथ निकला और वो ताकत के साथ निकला। इसलिए ये जो वक्त है, जो कोविड-19 के द्वारा हमें मिला है, इस वक्त को हमें इस्तेमाल करना है ज्यादा से ज्यादा हम प्रभु के पास नजदीक जाने के। भजन संहिता 121 हमें बताती है, न तो दिन में धूप और न रात में चांदनी हमें कुछ बिगाड़ सकता है। यदि हम प्रभु के साथ हैं तो ये वायरस हमें कुछ नहीं कर सकता, क्योंकि यीशु का लहू हमें हर एक रोगों से छुटकारा देता है, हर एक बीमारी से हमें चंगा करती है। यीशु का लहू ही हमारे सारे रोगों के लिए वैक्सीन है। इससे बड़ा वैक्सीन पूरी दुनिया में विकसित नहीं हुआ है। यदि हम प्रभु के साथ हैं तो यीशु का लहू और यीशु का पवित्र आत्मा जो वैक्सीन का रूप में काम करेगा, हमें अद्भुत रूप से प्रभु चंगाई देने वाला है। हम प्रभु के पास रहे, प्रभु में बने रहे।
आप सबको जय यीशु। मैं ब्रदर ओम प्रकाश बिलासपुर मिशन छत्तीसगढ़ से इस छोटे से वीडियो संदेश के माध्यम से मैं प्रभु यीशु मसीह के नाम पे आप सभी का स्वागत करता हूँ। जैसा कि मित्रों, मेरे भाई और बहनों, हम देख रहे हैं कि आज कोरोना वायरस पूरे भारत ही नहीं परंतु देश अन्य कई देशों में फैला हुआ है और हर एक देश के लोग आज इस बीमारी से डरे हुए हैं। और ये बड़ी सोचने वाली और अजीब बात है कि जितना तो हम इंसान ईश्वर से नहीं डरते, आज इस बीमारी से डर रहे हैं। क्योंकि जो ईश्वर ये कहता है, आइज़ाया उसका 41:10 में ईश्वर का वचन कहता है कि मत डर, मैं तेरे संग हूँ, इधर उधर मत ताक क्योंकि मैं तेरा परमेश्वर हूँ। फिर भी ऐसा बोलने वाला पवित्र ईश्वर के होते हुए आज हमारा विश्वास कहाँ है? सब लोग डरे हुए, सब अपने अपने घर में हैं, लोग डर रहे हैं। एक दूसरे की सहायता करने से भी डरते हैं कि किसी को यदि बीमारी हो गया तो अरे मैं इसकी सहायता करने जाऊंगा अगर तो कहीं वो बीमारी मुझ में ना आ जाए। ऐसा हो गए हैं, क्योंकि सच है ना, क्योंकि ईश्वर के वचन में भी लिखा है कि अंत के दिनों में लोग स्वार्थी हो जाएंगे, अपने स्वार्थ को ढूंढने वाले होंगे। आज लोग अपने स्वार्थ को ढूंढ रहे हैं। जिनके पास धन की अधिकता है वो कई लोग दूसरों को मदद करना नहीं चाह रहे हैं। बीते दिनों में कुछ समाचारों में हमने ये सुना कि कई लोग खाने के लिए एक दूसरे में मारा मारी हो गए। तो क्या हम अंत के दिनों में? मैं आपका ध्यान मत्ती रचित सुसमाचार उसका 24 अध्याय और उसका 4 से 7 पद में ले जाता हूँ। तो वहाँ पे ऐसा लिखा हुआ है कि तो सावधान रहो, तुम्हें कोई बहकाए नहीं। अंत के दिनों में बहकाने वाले उठ खड़े होंगे, तुम्हें मेरे नाम से बहकाएंगे, कहेंगे कि मैं मसीह हूँ। तुम लड़ाई और लड़ाइयों की चर्चा सुनोगे। देश देश पर चढ़ाई करेगा, राज्य राज्य पर चढ़ाई करेगा। सच है मेरे भाई और बहनों कि आज देश देश पर भी आज ब्लेम कर रहा है। चाइना अमेरिका के ऊपर ब्लेम करता है कि आप लोगों के एक सैनिक का हमारे एयरपोर्ट पे आने के द्वारा ये बीमारी फैला होता है। तो अमेरिका ये बोलता है कि चाइना के लोग, आप लोग विभिन्न प्रकार के जीव जंतुओं के ऊपर एक्सपेरिमेंट करके आप लोग ये नए नए वायरस का शोध करते हो और उसी से आज ये पूरा दुनिया में फैल रहा है। आज ब्लेम करते हैं, राज्य राज्य पर चढ़ाई कर रहे हैं मेरे भाई और बहनों। कि आज राजस्थान में उत्तर प्रदेश के मजदूर लोग फंसे हैं। वे लोग अपने घर जा रहे थे, जब उस बॉर्डर पर पहुंचे यूपी का, तो यूपी के पुलिस लोग ऐसा बोलने लगे कि नहीं, ये हमारे लोग नहीं है, हमारे राज्य के नहीं है। मतलब इस तरह से ये लोग अलग अलग जगहों में फंसे हैं, अलग अलग राज्यों में फंसे हुए लोग अपने घर नहीं जा पा रहे हैं क्योंकि बीमारी है, महामारी है करके आज अपने राज्य में लोग घुसने नहीं पा रहे हैं। क्योंकि लोगों का ये सोचना है कि यदि ये लोग आए तो कहीं बीमारी हम में ना फैल जाए। इस तरह से ये कंडीशन फैला हुआ है। लेकिन हमारा यीशु का वचन क्या कहता है मेरे भाई और बहनों? इब्रानियों की अध्याय उसका 10 और उसका 38 में कहता है कि धर्मी जन विश्वास से जीवित रहेंगे। तो हम इस वचन पर विश्वास करें। हमारा पूरा परिवार आज इस वचन पर विश्वास करता है क्योंकि ईश्वर का वचन कहता है वह मेरा भक्त है इसलिए मैं उसका उद्धार करूंगा, वह मेरा नाम जानता है इसलिए मैं उसकी रक्षा करूंगा। तो इस वचन पर हमें विश्वास है, इस वचन पर मैं विश्वास करता हूँ, मेरा पूरा परिवार विश्वास करता है और हम सब प्रभु की दया में जीवित हैं। आप सबको जय मसीह। सबको जय यीशु की। मेरा नाम रमित टंडन है और मैं बिलासपुर मिशन छत्तीसगढ़ से हूँ। आज हम कोरोना वायरस से जो बाइबल क्या कहते हैं कोरोना वायरस से आज हम जानेंगे। तो सबसे पहले हम बाइबल में देखेंगे लूकास के अध्याय 21 पद संख्या 11 में कहता है, भारी भूकंप होंगे, जहाँ तहाँ महामारी और अकाल पड़ेगा और अंकित करने वाले अदृश्य दिखाई पड़ेंगे और आकाश में महान चिन्ह प्रकट होंगे। सच में जो यूहन्ना ने जो भविष्यवाणी किया था ये अंत के विषय में जो आज हमारे हे में वही हो रहा है। अंत के विषय में उसने भविष्यवाणी किया था कि बहुत से लोग महामारी से बहुत से लोग मर जाएंगे और अकाल पड़ेगा। ऐसा उसने जो अंत के विषय में भविष्यवाणी किया था
आज दरअसल हमारे बीच में वो हो रहा है, आज हमारे देश में वो चीज़ हो रही है, क्योंकि जो प्रभु ने कहा है अंत के दिनों के विषय में जो उसने बोला है, आज जो बाइबल में हम देखते हैं तो बाइबल में भी हमें वो सब चीज़ मिलता है। तो बाइबल में जो प्रभु ने कहा है आज हमारे देश में वही हो रहा है। और हम इससे पहले और हम एक और ग्रंथ में जाएंगे, प्रकाशना के ग्रंथ में अध्याय 6 और पद संख्या 8 कहता है, और मेरी आँखों के सामने एक पीला घोड़ा दिखाई पड़ा, जो उस पर सवार था, उसका नाम था मृत्यु था, और उसे पृथ्वी पर अधिकार दिया प्रदान किया गया, जिससे वह पृथ्वी के बनौले पशुओं द्वारा संहार करे। अब देखिए जो वायरस आया है, अब प्रभु के वचन कहता है कि एक पृथ्वी के बनौले वायरस द्वारा और पशुओं द्वारा जो महामारी फैला है, ऐसा भी बोलता है, क्योंकि ये पहले का पशुओं द्वारा भी ये महामारी फैला है। प्रभु भी कहता है, लेकिन जो उसने अपने वचन में कहा है आज हमारे ही में वैसे ही हो रहे हैं। तो हमें, क्योंकि वचन जो कहता है, क्योंकि प्रभु जो कह दिया सो कह दिया, क्योंकि इससे अब हम कहते हैं कि वचन से अब कैसे अब ये मतलब कि महामारी को कैसे में हम जानेंगे। तो प्रभु कहता है, इससे पहले हम एक और वचन लेंगे जो मार्कुस अध्याय 13 और 31 में कहता है, आकाश और पृथ्वी टल जाए तो टल जाए, परंतु मेरा शब्द नहीं टल सकते। तो वैसे ही कहा है, क्योंकि जो उसने लिख दिया, जो उसने कह दिया कि वो सो मतलब कि वो हो गया, ऐसा कहता है प्रभु के वचन, क्योंकि जो अपने वचन में लिखा है वैसे ही हो रहा है। तो हमारे बीच में जो वचन है और उसी के द्वारा ये वायरस हो मतलब कि हो रहे हैं। लेकिन प्रभु भी कहता है, अब हम देखेंगे स्तोत्र ग्रंथ 91 और 3 में कहता है, वह तुम्हें बहलिया के फंदे से और घातक महामारी से भी छुड़ाता है, ऐसा कहते हैं। तो हमें, क्योंकि हमारा विश्वास प्रभु पर हो है, तो हमें कुछ नहीं होगा। ये जो महामारी अकाल पड़ा हमारे बीच में, हमारे देश में आए हैं, इस सब से हमें प्रभु सुरक्षित रखेंगे। और हम स्तोत्र ग्रंथ में और 91 और उनके 10 पद में देखते हैं, तो कहता है, वह तुम्हें बहलिए के फंदे से और घातक महामारी से भी छुड़ाता है, ऐसा कहता है। तो आज हमें, क्योंकि प्रभु में जो कहता है वो तुम्हें बहलिए के फंदे से और घातक महामारी से भी छुड़ा, तो हमें इससे डरने की कोई ज़रूरत नहीं है। हमें प्रभु पर भरोसा रखना है, क्योंकि प्रभु कहता है, तुम जो सर्वश्रोत के आश्रय में रहते और सर्वशक्तिमान के छत्र छाया में सुरक्षित हो। तो हमें उनके छत्र छाया में सुरक्षित है और प्रभु में हमें सुरक्षित रहना है, क्योंकि प्रभु से हमें वह करना है। तो हमें, और मैं इतना ही कहूँगा और धन्यवाद सबको। जय यीशु। क्रिस्त में मेरे प्यारे भाइयों एवं बहनों, सभी को मेरा नमस्कार। हम ईश्वर के संतान हैं और हमारा जीवन उसी पर आधारित है, इसलिए हमें हमेशा ईश्वर को अपने जीवन में अपनाएं और उसी की संतान की तरह अपना जीवन बिताएं। किंतु हमारे प्रतिदिन के जीवन में हम ईश्वर को भूल जाते हैं और खुद को अंधकार की शक्तियों से भर देते हैं। जब हमारे जीवन में सुख शांति है, तब हम ईश्वर के प्रति आभारी बनने के बजाय ईश्वर को भूल जाते हैं। जब हमारे जीवन में असहाय तकलीफें आती है और हमें कोई उपाय नजर नहीं आता, तब हम विवश होकर ईश्वर को पुकारते हैं और रहम की भीख मांगते हैं। और ये है मानव जाति की सच्चाई। अभी हम कोरोना महामारी की वजह से अपने घरों में बंद हैं। चारों तरफ तहस नहस मची हुई है। बाकी दिनों में हम जो कर सकते थे वो हम अभी नहीं कर सकते। इस विपत्ति के कारण हमारी जीवन, हमारी अर्थव्यवस्था नष्ट हो चुकी है। कई सारे समृद्ध संपन्न देश इस महामारी का शिकार बन चुकी है, क्योंकि यह महामारी किसी को जाति या धनी या निर्धन या संपन्न यह कुछ नहीं देखती, यह बस लोगों का शिकार करती है। और यह परिस्थिति मानव जाति को यही स्मरण दिलाता है कि मनुष्य एक नाशवान प्राणी है, वह ईश्वर द्वारा सृष्ट है और उसी पर आधारित है। चाहे व्यक्ति कितना ही प्रगति क्यों ना कर ले, कितना ही रुपया पैसा क्यों ना कमा ले, पर ये सब एक दिन बेकार साबित होंगे। ये पैसे उसे मृत्यु से नहीं बचा पाएंगे। यह कोविड महामारी मनुष्य को यही संदेश दे रही है कि मानव जीवन मिथ्या है।
मैं वापस दोहराना चाहता हूँ, यह कोविड महामारी मनुष्य जाति को यही संदेश दे रही है कि मानव जीवन मिथ्या है और बहुत से लोग इस क्षण स्वीकार कर रहे हैं कि ईश्वर समक्ष हम निर्धन हैं। लोग ईश्वर का नाम लेकर दुहाई दे रहे हैं और उसकी विश्वास कर रहे हैं। अब हम उन लोगों के लिए प्रार्थना करें जो लोग इस वक्त कोविड महामारी के शिकार बन चुके हैं। प्रत्येक उनके कुटुंबिक जनों के लिए प्रार्थना करें कि वे हिम्मत ना हारें और धीरज रखते हुए ईश्वर की दुहाई दें कि वे इस महामारी से बच सकें। अंत में मैं मेरे सारे भाइयों और बहनों से निवेदन करता हूं कि सभी डॉक्टर्स, नर्स, पुलिस कर्मचारी और राष्ट्रीय नेताओं के लिए प्रार्थना करें जो इस क्षण अपने मेहनत से कोविड महामारी को दूर कर रहे हैं। धन्यवाद। मित्रों, आज का मेरा विषय है कोरोना और आज के संदर्भ में परिवार के विश्वास की। वर्षों पहले एक साक्षात्कार देखने को मिला था। उस संबंधी साक्षात्कार में एक साक्षात्कारकर्ता ने एक अतिथि से एक प्रश्न पूछा। यह प्रश्न प्रकृति के कारण थोड़ा जटिल था और वह प्रश्न था, दुखों का क्या कारण है। और वह प्रश्न पूछा गया था फादर सेड्रिक से, जिन्हें आज के समय में कैथलिक अंबेडकर के नाम से जाना जाता है, जिन्होंने दलित वर्गों के लिए कार्य किया है, कई राज्यों में कार्य किए हैं। जी, फादर सेड्रिक ने गहरी सांस ली और इस प्रश्न का उत्तर दिया। कष्टों के माध्यम से ईश्वर हमें एकजुट करना चाहते हैं, जो कि आज बहुत प्रासंगिक है। वर्तमान में हम देख सकते हैं कि हमें कितने कष्ट हैं। दूसरे शब्दों में, कष्ट यानी कोरोना, जो इस काल का सबसे महत्वपूर्ण एक विषय बन चुका है, जो इतिहास में याद करने लायक होगा। कोरोना जैसे इस महाकाल में लोग भय से भयभीत हो रहे हैं। जी हाँ, लोगों की लड़ने की क्षमता कम हो रही है। इसीलिए हमें पहले से ही कोई निर्णय नहीं लेना चाहिए। नीति वचन की किताब में हम पढ़ते हैं, हम कुछ सोचते हैं उसके विपरीत ईश्वर कुछ सोचते हैं, यानी पूरी पृथ्वी को चलाने वाला ईश्वर ही है। जी, इस समय हम अपने घरों में बैठे हैं, हमारे मन में भय है, लेकिन हमारे मन में एक तरफा विश्वास भी उत्पन्न है। जी हाँ, हम विश्वास रखते हैं एक ही ईश्वर पर, एक ही परमात्मा पर, जो कल के आने की राह देख रहे हैं, जो कि हम हैं। हम 6 से 9 जेनेसिस की किताब में पढ़ते हैं कैसे नूहा के तूफान काल में ईश्वर ने नूहा और उसके परिवार को एक नाव के अंदर रखा था और कहा था कि जब तक बाहर का वातावरण ठीक नहीं होता तब तक तुम बाहर नहीं आ सकते। वैसे ही कुछ आज हमारे साथ भी हो रहा है। आपको एहसास हो रहा होगा कि हम भी वैसे ही अपने ही एक ऐवान में बैठे हैं, अपने आले में बैठे हैं। जी हाँ, आज हमें ईश्वर ने बोला है कि तुम अंदर रहो, बाहर का मैं ठीक करता हूँ। हम उसी तरह अंदर बैठे हैं, बाहर हमारे दूसरा रूप जो ईश्वर का है, यानी डॉक्टर और नर्स, जो हमारे लिए दिन रात कड़ी मेहनत कर रहे हैं, भय से लड़ रहे हैं, मौत से लड़ रहे हैं, कई मरीजों को स्वस्थ कर रहे हैं, उनको ईश्वर ही प्रदान कर रहे हैं, एक ईश्वर की भावना प्रदान कर रहे हैं। हम घर बैठ के उनके लिए प्रार्थना कर रहे हैं। यह समय है भय से लड़ने का, अपने आले में बैठने का। यह समय है एक अच्छा पिता बनने का। यह समय है एक अच्छा दादा बनने का। यह समय है एक अच्छा पुत्र या पुत्री बनने का। अपने भवन में बैठिए, अपने आले में बैठिए, अपने परिवार के साथ बैठिए, अपने परिवार के साथ सारे विषय से संबंधित चर्चा कीजिए। खुश रहिए, स्वस्थ रहिए। जो भगवान ने चाहा वही होना है। अगले जब हम जाएंगे, अपने बाहर जाएंगे, अपनी प्रकृति माँ को देखेंगे, तो वो प्रकृति माँ और निखरेगी। इस चीज़ का हम इंतज़ार कर रहे हैं। इसलिए अपने आले में बैठ के एक शुभ घड़ी का इंतज़ार कीजिए। यही समय है ईश्वर से प्रार्थना करने का। यही समय है जिसके अंदर विश्वास नहीं है उसके अंदर विश्वास प्रकट करने का। यही समय है प्रभु से आराधना करने का। और आइए हम अपने घर पे बैठते हैं, प्रभु से आराधना करते हैं। यही एक समय है हमारे प्रभु को हमारे पास बुलाने का। स्वस्थ रहिए, खुश रहिए। नमस्कार।
नमस्कार। आप लोग सब जानते हैं दुनिया में कोरोना वायरस के लिए बहुत लोग परेशान हैं। उधर इधर कोई नहीं जा पा रहे हैं, लेकिन हम सब लोग घर का फैमिली लोग प्रेयर कर रहे हैं, फास्टिंग प्रेयर हर रात रोज हम बाइबल पढ़ रहे हैं और चैन प्रेयर हो रहा है। चर्च घर बंद है, लेकिन हमारा घर का परिवार सब लोग मिलकर हम प्रेयर कर रहे हैं और सब लोग के साथ प्रभु हमारा कोरोना वायरस के लिए बहुत परेशान है, लेकिन हमारा प्रभु हमारा साथ है, यह हमारा विश्वास है। और हम लोग ये नेट पर व्हाट्सएप में और भविष्य वक्ता लोग का प्रचार हम सुनते हैं और प्रभु के लिए आगे बढ़ रहे हैं और प्रभु हमको सहायता कर रहे हैं, इसलिए हम प्रभु को धन्यवाद देते हैं। और बहुत लोग उड़ीसा से बाहर है, लेकिन आ नहीं पा रहे हैं, उनके लिए भी हम प्रेयर कर रहे हैं और कोरोना वायरस जल्दी से जल्दी जाने के लिए हम सब लोग प्रेयर कर रहे हैं। और प्रभु हमारा एक फ्रेंड्स है ना, सब फ्रेंड्स मिलकर हम फास्टिंग प्रेयर के लिए फ्राइडे के लिए सब दिन जा रहे थे और अभी भी जा रही हूँ, इसलिए प्रभु को धन्यवाद। प्रभु चर्च बंद है, लेकिन सब लोग घर में डेली प्रेयर है, बाइबल पढ़े, सब लोग 1 घंटा लगा प्रेयर चालू है दिन में। सब लोग जितना हमारा परिवार है सब लोग प्रेयर कर रहे हो। ईश्वर कहते हैं तुम उदास मत हो, मैं तुम्हारे साथ हूँ, सामने नहीं आसपास हूँ। पलकों को बंद कर और दिल से याद कर, मैं और कोई नहीं, तेरा विश्वास हूँ। नमस्कार। आज मैं आपके समक्ष अपने विचार एक ऐसे विषय पर रखना चाहूंगी जिसको हम सब अनुभव कर रहे हैं और जिसके बारे में हम चिंतित भी हैं। कोरोना और क्रिस्ती विश्वास परिवार के संदर्भ में। कोरोना वायरस के कारण उत्पन्न हुआ कोविड-19, इस महामारी ने इस पूरी दुनिया को बिना किसी भेद के अपने घुटनों के बल गिरा दिया है। अब हम इंसान को जो गर्व, दंभ और रफ्तार से अपने स्वार्थी लाभ के लिए बिना किसी को मद्देनजर रखे प्रतिस्पर्धा कर रहे थे, एक ऐसे सूक्ष्म जंतु जिसको हम अपने नग्न नेत्र से देखने में भी असमर्थ हैं, उसने हमारी इस तेजी से बढ़ती हुई जिंदगी को लगाम दे दिया है। हमें थमने का, आत्ममंथन करके अपने आप को सुधारने के लिए तथा ईश्वर पर दृढ़ विश्वास करने के लिए मजबूर किया है। परिवार के अंदर बसने वाले लोग एक दूसरे को समझे बिना बस एक छत के नीचे जी रहे थे, लेकिन आज 50 दिन से ऊपर जब हम घर में पूरे 24 घंटे एक साथ बिता रहे हैं, तब एक मकान घर बनता दिख रहा है। प्रकृति को भी देखो, आज वो शुद्ध हो रहा है। ये सब इसलिए मुमकिन हुआ क्योंकि हम सब एक दूसरे पर विश्वास करना सीख रहे हैं और विश्वास का आधार होता है प्यार, और प्यार को पहले स्वीकारा जाता है। जैसे कि माँ के पेट में जन्म लेने के समय से एक माँ और एक बाप अपनी पूरी जिंदगी उस बच्चे पर न्योछावर कर देते हैं और वो बच्चा इसी प्यार को अनुभव करता है तथा उसके मन में भी प्यार जागृत होता है। इसी कारण वो अपने माता पिता पर दृढ़ विश्वास करता है। यही विश्वास माता पिता उस बच्चे को ईश्वर के स्वरूप में सिखाते हैं, जिसके कारण वह बच्चा उस अनदेखे ईश्वर पर भी पूर्ण विश्वास करना शुरू कर देता है। इस संक्रमण के समय हमारे विश्वास पर भी कई प्रश्न उठाए जा रहे हैं। तुम्हारे भगवान कहाँ हैं? है भी या नहीं? अगर है तो किधर है? क्यों तुम्हें वो कष्ट दे रहे हैं? लेकिन इन प्रश्नों से ना डगमगाकर ईश्वरीय प्रेम से उस पर दृढ़ विश्वास करना है। जब मंदिर, मस्जिद, गिरजाघर सब बंद हो गए हैं, तब हर एक घर मंदिर बनता हुआ दिख रहा है। सभी को साथ प्रार्थना करने का, वचन पढ़ने का समय मिल गया है। यही विश्वास शक्ति और आशा प्रदान करता है कि चाहे महामारी कितनी भी बड़ी क्यों ना हो, ईश्वर की महिमा के सामने तुच्छ है।
ईश्वर का प्रेम अनंत है तथा ईश्वर पर विश्वास करते ये विश्वास करना कि हमारे भगवान इस विपत्ति से बचाने का क्षमता रखता है और एक दिन हम भी इस संक्रमण से विजय प्राप्त कर सकते हैं। धन्यवाद। आप सभी को जय यीशु और पास्टर की हार्दिक शुभकामनाएं। हर नया दिन हमारे लिए कुछ नया लेकर आता है। ठीक उसी प्रकार हर नया वर्ष हमारे ज़िंदगी में नई खुशी, नई आशा और नई उमंग लेकर आती है, जैसे हर किसी का कामना होता है। परंतु वर्ष 2020 हमारे आशा और उम्मीदों का ठीक विपरीत साबित हुआ है। मानो जैसे कि हमारी ज़िंदगी में पूरी काली घटा सी छा गई हो। मनुष्य के जीवन में मुख्य दो पहलू होते हैं, वो है सुख और दुख। जैसे खुशियों का आना निश्चित है, ठीक उसी प्रकार हमारे जीवन में परेशानियां भी दस्तक देती ही है। और वर्तमान स्थिति में मैं ये समझती हूँ कि हम सभी कोविड-19 या कोरोना वायरस से बहुत अच्छी तरह से परिचित होंगे, क्योंकि ये वो परेशानी है जो हम सबको एक दूसरे से बिल्कुल अलग कर दिया है। अलग ही नहीं बल्कि हमारे जीवन को, हमारी ज़िंदगी को, हमारे रहन सहन की तौर तरीके को भी पूरी तरह से बदल दिया है। और इसी कारण हमारे विश्वास प्रकट करने का तरीका जो है वो भी पूरी तरह से बदल गया है। और जहाँ पर हम पहले सामुदायिक रूप से इकट्ठा हुआ करते थे, वहाँ पर भी आज पाबंदी लग गया है। और ऐसे में सवाल ये उठता है कि हम सब कलीसिया से कैसे जुड़े रहें या कैसे बने रहें, क्योंकि आज जब पूरे कलीसिया अपने घरों पर बंद है, तभी तो भी हमारे लिए हमारे कलीसिया के युवा वर्ग निरंतर प्रार्थनाएं अर्पित करते हैं, और वो है हमारे पुरोहित और धर्ममय। यही एक समय है जहाँ कलीसिया के हर एक व्यक्ति पूर्ण रूप से स्वतंत्र है, और इसी समय कोई दूसरा आपके लिए कुछ भी नहीं कर सकता। आपके विश्वास दृढ़ बने रहने के लिए कुछ भी नहीं कर सकता, परंतु आप स्वयं अपने विश्वास दृढ़ बनाने के लिए आपका कर्तव्य बनता है। कोई भी दूसरा व्यक्ति आपके लिए सिर्फ प्रार्थना ही कर सकता है, परंतु स्वयं आपको अपने विश्वास दृढ़ बने रखने के लिए कुछ कदम उठाने पड़ेंगे। और ऐसे दुखद घड़ी में आप कलीसिया पर पूर्ण रूप से निर्भर ना करें, फिर भी आप अपने परिवारों में एक पारिवारिक प्रार्थना कर सकते हैं। और ऐसे में हम सभी अपने परिवार में पारिवारिक प्रार्थना करें, क्योंकि और एक बात है कि ये समय कुछ क्रिस्तियों के लिए अच्छा भी हो सकता है जो हमारे कलीसिया से हमेशा दूर रहना चाहते हैं, परंतु ये समय अभी ये भी डर है कि कहीं वो हमारे कलीसिया ये भी डर है कि कहीं कलीसिया से वो और भी दूर ना हो जाए। और अगर हमारे परिवारों में भी कोई ऐसा व्यक्ति है जो प्रार्थना में रुचि नहीं रखते, तो हमारा कर्तव्य बनता है कि हम उसके लिए कुछ करें, हम उसकी मदद करें और हम अपने प्रार्थना में उसको शामिल करें। क्योंकि यदि हम किसी के लिए कुछ नहीं कर सकते, तो प्रार्थना ही वो हथियार है जो हमें इस समय हमारे इसी दुखद घड़ी में हमें साहस और शक्ति प्रदान करेगी। यही एक समय है जहां हम सभी अपने घरों पर बंद हैं, तो भी दिन में 1 या 2 बार पारिवारिक प्रार्थना करें, ताकि हम इस महामारी से बच सकें और ऐसे दुखद घड़ी में भी हम परमेश्वर के आशीर्वादी व्यक्ति बने रहें। यही एक समय है जो हम सभी इकट्ठा होकर प्रार्थना कर सकते हैं, सामुदायिक रूप से ना सही। मैं कविता कलाहांडी जूनागढ़ यूनिट से बोल रही हूँ। दोस्तों, आजकल कोरोना वायरस नाम के वायरस के वजह से बहुत हलचल मची है। ये लोगों को बहुत बीमार बना रहा है, पर घबराए मत। हमारी रक्षा के लिए कुछ उपाय हैं जिनका उपयोग हम कर सकते हैं। पहले ये जानना पड़ेगा ये वायरस कैसे फैलता है। जब कोई बीमार इंसान के नाक, आँख और मुंह से छींटे किसी भी चीज, फर्श या इंसान पर पड़ती है, और जब कोई दूसरा इंसान वही दूसरी चीज, फर्श या इंसान को छूकर अपने या किसी दूसरों को चेहरे को छूता है, तब ये वायरस फैलता है। अपने आप को ये वायरस से
का उपयोग कर सकते हैं। आप अपने हाथों को साबुन से 20 सेकंड तक धोते रहिए और अगर किसी बीमार इंसान से आपका सामना हो तो तुरंत हाथ धो लीजिए। अगर आपको किसी बीमार इंसान दिखे तो उनसे 2 मीटर दूरी बनाए रखिए। अगर उनको मत छुए। अगर कोई छींक रहा है तो उनको किसी भी